ഇന്നേ രാവിലെ മുതൽ എന്താണ് മഴ. ഞങ്ങളുടെ അവിടെ ഇങ്ങനെ എപ്പോഴും എന്താ ചാറിയും കൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചാറ്റൽ മഴയൊന്നും കാണില്ലല്ലോ. ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കുട്ടികളൊക്കെ പോയി. എൻ്റെ അമ്മ പറഞ്ഞിരുന്നു നല്ല മഴയാണ് പറഞ്ഞു വെച്ചാൽ നാളെയൊക്കെ ലീവ് കിട്ടുന്നു. അതിനുള്ള മഴയൊന്നുമില്ല, മഴച്ചാറിലുണ്ടായിരുന്നു ലീവ്. മഴച്ചാറിൽ കൊണ്ടു കഴിഞ്ഞു വെച്ചാൽ പനി വരും ചിലപ്പോൾ. പനി വരും. അല്ലാണ്ട് മഴച്ചാറിൽ കൊണ്ടിട്ട് സ്കൂൾ ലീവ് ആവുന്നില്ല. നിൽക്കാതെ പെയ്യുന്ന പെരുമഴയത്താണ് സ്കൂൾ ലീവ് കിട്ടും. അല്ല എന്തിനു പേര് സ്കൂൾ ലീവ്? എന്തിനിപ്പോൾ സ്കൂൾ ലീവ്? 2 മാസം കഴിഞ്ഞിട്ട് ഇവിടെ സ്കൂൾ കയറിയുള്ളൂ, അപ്പോഴേക്ക് ലീവാ? നിങ്ങളുടെ മക്കളോട് ചോദിച്ചു നോക്കേട്ടാ. സ്കൂൾ ലീവ് എന്താ? കടന്നുറങ്ങാൻ. അവൾക്ക് ഉറക്കം ഫസ്റ്റാട്ടോ. വാഷിംഗ് മെഷീനിലേക്ക് തുണി എടുത്തിട്ടാണ്. നമ്മൾ ഇന്നലെ രാത്രി കണ്ടോ ചക്ക വേവിച്ച് വെച്ചു കേട്ടോ. വേവിച്ച് ഞാനിത് ഉടച്ച് വെച്ചേ കണ്ടോ. ഉടച്ച് വെച്ചത് നമ്മളിതാ ചട്ടിക്ക് അടിയിൽ. എത്ര വലിയ പാത്രത്തിലുണ്ടായിരുന്ന സൂര്യന് രാത്രി എന്തെങ്കിലും ചെയ്തോ? അതൊക്കെ കുറച്ചായിരുന്നല്ലോ. നെയ്യ് അത് മതിയോ? അത് മതിയോ നെയ്യ്? നെയ്യ് നല്ല വേണ്ടേ? നിറയുണ്ടാ. എന്താ അത് 200 നെയ്യുണ്ട് പോരെ. നെയ്യന്നെ നീ കുറച്ച് വേവിച്ച് വെക്കണേ. നെയ്യും ഇങ്ങോട്ട് ഇങ്ങോട്ട് വിരകണ സുഖന്നെ. എന്നാലാണ് അത് ശരിയാവൂ. എന്നാലാണ് അതിൻ്റെ സകലത ഇങ്ങോട്ട് പുറത്തേക്ക് വരും. അതിൻ്റെ നിറം, മണോ, ഗുണോ. പായസമൊക്കെ വയ്ക്കുമ്പോൾ എന്നാലും ശരിയാവൂ. എന്തൊക്കെ ഏട്ടൻ പറയുന്നത് എനിക്കറിയണില്ല. നെയ്യ് ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ലാസ്റ്റ് ഒഴിച്ചാലും മതി. ഒരു സ്പൂൺ ഇത് കയ്യിലോണ്ട് എടുത്തിട്ടോ ഉലുവ ഉണ്ടാക്കുന്നു. ഉലുവ കണക്കായിരുന്നു. നേരെ ഫ്രിഡ്ജ് കയറ്റിയാണോ? നേരെ ഫ്രിഡ്ജ് കയറ്റിയതാ ഇന്നലെ രാത്രി. ഞാൻ ഉടച്ച് വെച്ചു. എത്ര നേരം ഇരുന്നു? പായസം ഉണ്ടാക്കണ്ട. ആദ്യം പായസത്തിന് തുടങ്ങാം. എന്താ സുന്യെ? അതോ അപ്പത്തിന് തുടങ്ങണോ? ഇപ്പം ഞാൻ ഒന്ന് വിരകി വെക്കും. അല്ലേ സൂര്യ? എന്താണെന്നറിയോ? അങ്ങനെ തിന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാക്കണം? പിന്നെ പായസം തുടങ്ങില്ല, അപ്പത്തും തുടങ്ങില്ല. ഇപ്പൊ എന്താ അങ്ങനെ കുട്ടികളെ മുമ്പിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ ഒന്നും പിന്നെ കണക്ക് നോക്കേണ്ട കാര്യമില്ല. അറിയാം പായസം എത്ര വേണം? പായസത്തിക്ക് വേണം, അടയ്ക്ക് വേണം, ചാപ്പത്തിക്ക് വേണം. അതിനി ഉണ്ടാക്കേ. അത് ഇനി ഉണ്ടാക്കുമ്പോഴേക്ക് സമയമാവില്ലേ? സുകന്യ ഇത് ചക്ക നേരെങ്കിൽ 1.5 പണിയണായി. ഏത് ചക്ക? ഈ ചക്ക ഫ്രിഡ്ജിൽ വെച്ച് ഇരിക്കപ്പോ നല്ല ഇരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം എങ്ങനെയാണെന്നറിയോ? ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ. നമ്മുടെ ബ്രെഡിൽ തേച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ്. ഈ ചെമ്പ് മാറ്റിക്കൊള്ളു പിന്നെ മേലിന് ചെറുത്. ഇത് ചുക്കുവെള്ളമാണ് ഇവിടെ. ചുക്കിൻ്റെ വെള്ളം, ചുക്കുവെള്ളം. ഓടിൻ്റെ ഉരുളി എടുത്താൽ ഓട്ടുരുളിയിലെ ശരിക്കും വരുന്നുണ്ട്. അതാകുമ്പോൾ ഓട്ടുരുളി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂട് വരും. ഓട്ടുരുളി എന്താ ഇതിൻ്റെ മുകളിലാണ്. ഇതിൻ്റെ മേലെ റാക്കിൻ്റെ മുകളിലാണ്. ഇതിൻ്റെ മേലെ എന്നെ ഇങ്ങനെ കളിയാക്കാൻ നിന്നോളൂ നിങ്ങൾക്ക്. നിങ്ങളില്ലേ, ഞാനെന്താ പറഞ്ഞത്? നീയന്നല്ലേ പറഞ്ഞു ഇതിൻ്റെ മേലെ. ഞാനിത് ഇന്നലല്ലേ കുറേ നേരം കുത്തി ഉടച്ച് തണുപ്പിച്ചിട്ട് എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച്
കുക്കർ 2 കുക്കറിലും അങ്ങോട്ട് ഇട്ടാണ്ട് വിസിലടുപ്പിച്ചു. ഇനി 3 ചക്ക ഉണ്ട് കേട്ടോ നേരേക്കാൻ, 3 നേരേക്കുക. വൈകുന്നേരത്ത് ഉച്ചയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ അങ്ങോട്ട് നേരേക്ക് വെക്കുക, എന്നിട്ട് കുക്കറിൽ അങ്ങോട്ട് വെച്ച് വേവിക്കുക, എന്നിട്ട് അങ്ങോട്ട് ചെയ്യുക തന്നെ. നല്ല ചക്ക ഉണ്ടാവുന്ന ഏത് ഇതില്? ഇത് നല്ല ചക്ക കേട്ടോ ഇതില് സൂനി. ആ ചക്ക ഉണ്ടായാലാണ് ശരിക്കും മധുരമുള്ള ചക്ക വരും. ഏട്ടന് അങ്ങനെ തന്നെ ഉള്ളിയൊക്കെ ഉണ്ട്. ആ ഉള്ളിയും ഇടുന്നുണ്ട് ഇതില്. ഉള്ളിയും തക്കാളി നുറുക്കിട്ടോ സൂനിയെ, എന്നിട്ട് ഇതിലിടാ. ശരി. ഇന്നലെ ഈ ഏട്ടന് അങ്ങനെയൊക്കെ പറയും. ഉച്ചക്ക് മമ്മമ്മ ഉണ്ടേ. അത് വേണം. നമ്മളില്ലേ ഇനി മധുരം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ബെല്ലൊന്ന് ഉരുക്കട്ടെ, ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാനേ. അപ്പം അതിലല്ലേ വെക്കണേ? ഇത് ഇങ്ങനെ ആയില്ല. ഇനി ഇതിലിട്ട് കഴിഞ്ഞിട്ടേ ആയില വെച്ചാൽ എന്ത് ചെയ്യും ഞാൻ? ഇതിൽ വെച്ചെടുത്താൽ മതി ഇവിടെ തന്നെ. സോനിയേ അവിടുന്ന് ഇതാ, ഇതിൽ കുറച്ച് വെള്ളം വേണ്ട അതൊന്നും എടുക്കാൻ. എവിടേക്കടി? തക്കാളി ഇവിടെ ഉണ്ട്, ഇതായിരിക്കണം. അവിടെ തക്കാളി ഇല്ല. അതേ ആകെയുള്ള പണി എന്താണെന്നറിയോ? ഇളക്കല്. ഇളക്കി 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 അടക്കില്ലേ? ഇളക്കി 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 ഈ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് 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 വന്ന് കളർ വ്യത്യാസം വന്ന് ചട്ടിയിൽ ഒട്ടിയിട്ടല്ലേ? ഇത് ചട്ടിയിൽ ഇങ്ങനെ ഒട്ടിയിട്ടല്ലേ? ഇത് നമ്മുടെ വീട്ടിലേ എന്താ ഒരു പ്രാവശ്യം 2 വർഷത്തോളം ചക്ക വരട്ടിയിട്ടിരുന്നിരുന്നു. ഓർമ്മ ഉണ്ടാച്ചിയേട്ടൻ വരാൻ വേണ്ടിയിട്ട് 2 വർഷത്തോളം ചക്ക വരട്ടിയിട്ട് വരട്ടി വരട്ടി സെറ്റാക്കി കഴിഞ്ഞ് പിന്നെ കിടന്നു വരില്ലല്ലോ. പിന്നെ ചക്ക അന്ന് ആനെ കെട്ടിക്കൊണ്ടെന്നല്ല അതുകൊണ്ടിരുന്നാ. എൻ്റെ അമ്മ എന്താ ഇപ്പോൾ എല്ലാവരും മിക്സിയിൽ അടിക്കില്ലേ, മിക്സിയിൽ അരച്ചിട്ടൊക്കെ അല്ലേ ഉണ്ടാക്കുക. ആദ്യം ഈ ചക്ക വരട്ടുക, അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട. ഫ്രിഡ്ജിൽ വെക്കാണ്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കേണ്ട ഇരുന്നത് അത്ര പോലെ. അമ്മ അതൊക്കെ കെട്ടിപ്പൂട്ടിട്ട് ഏതെങ്കിലും മുക്കിൽ കൊണ്ടാക്കി ആരും അറിയാൻ കൂടിയില്ല സാധനം. ആരും അമ്മയല്ലേ? അതുകൊണ്ടിരുന്നതാ. അല്ലെങ്കിൽ ആർക്കെങ്കിലും അറിയിച്ചെങ്കിൽ അതൊക്കെ അപ്പുറം തീർന്നുണ്ടാവും. അതുപോലെ എനിക്കൊരു അച്ചമ്മ ഉണ്ട്. അച്ചമ്മയുടെ ചെറിയ മണ്ട് ലക്ഷ്മി അച്ചമ്മ. ഈ അച്ചമ്മ ഉണ്ണിയപ്പം പപ്പടമൊക്കെ കാച്ചിട്ട് ഞങ്ങളല്ലേ തല തെറിച്ച കുട്ടികൾ എന്താ ഞങ്ങൾ പോയിട്ട് പപ്പടമൊക്കെ എടുത്ത് കഴിക്കും. അച്ചമ്മ എവിടെയെങ്കിലും മുക്കിലും മൂലയിലും എടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അമ്മ പണിമാറ്റി വരുമ്പോൾ ഈ സാധനം കിട്ടുള്ളൂ ഏട്ടാ. അതെന്താ വെച്ചാൽ അന്ന് അപ്പോൾ തന്നെ അതുപോലെ തന്നെ ഇപ്പോൾ 2 കൊല്ലം അവിടെ ഇരുന്നത് ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ സാധനം അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് മാത്രം അറിയാം. അലുവ അലുവ കറുത്തലുവ പോലെ ഉണ്ടായിരുന്നു, കറുപ്പ് കളറുണ്ടാക്കിയിട്ട്. ഞാൻ ഇതിൻ്റെ തവിടെയൊക്കെ അങ്ങനെ അങ്ങനെ ചൂടാവും. ചൂട് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടിനേക്കാളിലാണ് ഇവിടെ ഇങ്ങനെ മുറി പോലെ വരില്ലേ. തലവേനിക്കുണ്ടോ ഇങ്ങനെ നീ ഇങ്ങനെ ചിന്താവിഷ്ടനായാലോ? എന്താ തിളയ്ക്കുന്നത്? നമ്മൾക്ക് ഇതിരിക്കില്ലേ, ഇതാ ശർക്കര. ഇന്നലെ നമ്മൾ ബെല്ലിട്ടിട്ടാണ് വെച്ചത്. മധുരം വേണ്ടേ? മധുരം ഒരുപാട് മധുരം വേണ്ട. എന്തുണ്ടാക്കുമ്പോൾ അതിലൊക്കെ മധുരം തരുന്നുണ്ടല്ലേ. കുറച്ച് മധുരം തിന്നണമെങ്കിൽ ഒരുപാട് മധുരം ഇട്ട് എല്ലാവരും കൂടി ഇതിങ്ങനെ തിന്നും. മധുരം ഇട്ടില്ലെങ്കിൽ പിന്നെ അങ്ങനെ വെക്കും ചിലപ്പോൾ. ഇതെന്ത് മധുരമില്ലാന്ന് പറഞ്ഞിട്ട് ഇന്നലെ തന്നെ കോരി തിന്നാൻ തുടങ്ങിയില്ലേ സൂര്യ? ഇന്നലെ തന്നെ തുടങ്ങിയായിരുന്നു. ഇന്നലെ തന്നെ തിന്നാൻ തുടങ്ങിയെന്ന്.
അവർക്ക് അവർക്കിപ്പോൾ ഇതിൻ്റെ സംഭവങ്ങൾ എന്താണെന്ന് അറിയില്ല. ഇത് ഓരോന്ന് പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ആ രുചി, ഇത് ഇത് വെറുതെ ഡപ്പയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കഴിക്കുമ്പോഴുള്ള വെച്ച്. രുചി മക്കൾക്ക് എന്താ അറിയുന്നത്? പക്ഷെ എനിക്ക് വെറുതെ കഴിക്കാൻ ഇഷ്ടട്ടോ. വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലായിരുന്നില്ല. പക്ഷെ എന്താ വെച്ചാൽ എന്തെങ്കിലും പലഹാരം ഇത് എന്നൊന്നുമില്ലല്ലോ, കൊല്ലത്തിലൊരു പ്രാവശ്യം ഉണ്ടാക്കുമോ. അന്ന് ചക്കപ്പം നമ്മൾ ഉണ്ടാക്കിയില്ലേ, ചക്കപ്പം, കുറച്ച് പായസം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊല്ലത്തിൽ ഒരിക്കലും ഇത് ഉണ്ടാക്കുമ്പോഴല്ലേ ഒരു രസം. കുറച്ച് നല്ല രീതിയിൽ വരട്ടി എടുത്ത് വെച്ച് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് വരട്ടിയതുമായി മറ്റേത് കുറച്ച് ഇതാക്കി വെച്ച് ഫ്രിഡ്ജിൽ അടച്ച് വെച്ച് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് എന്തുണ്ടാക്കാമെന്നറിയോ? ഈ പായസം ഉണ്ടാക്കുക, ചക്കട ഉണ്ടാക്കുക. ഇനി ഞാൻ ഒന്നുമില്ലെങ്കിൽ പച്ചരി അരയ്ക്കുമ്പോൾ അത് കൂടെ ഇത് കൂട്ടിയിട്ട് വെറുതെ ദോശ പോലെ ഉണ്ടാക്കി കൊടുക്കട്ടോ കുട്ടികൾക്ക്. അങ്ങനെ ഉണ്ടാക്കുക. നമ്മുടെ മക്കൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. ചക്ക കഴിക്കുന്നത് നല്ലതല്ലേ? ചക്ക കഴിക്കുകയും ചെയ്യും. കഴിക്കും ചെയ്യും. ഇന്നലെ പൊന്നൂസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അമ്മ അടുത്ത് വയ്ക്കണ്ട, താങ്ങട്ട് അപ്പുറത്ത് അണ്ണം പറഞ്ഞ് ചക്കയ്ക്ക് പറ്റില്ല എന്നല്ലേ. ആര് നല്ല ചക്ക എടുത്ത് താത്തൊരു ചക്ക എടുത്തിട്ട് പോയില്ലേ അല്ലേ? ഞാൻ രണ്ടെണ്ണം തിന്നും, അണ്ണം തൊഴിലത് തന്നല്ലേ. അതുപോലെയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ അല്ലല്ലോ, ചക്കയൊക്കെ എല്ലാവരും കഴിക്കും. ഇതൊരു പണ്ടൊക്കെ എന്താ വിരുന്നൊക്കെ വരുമ്പോഴുന്ന സമയത്ത് എല്ലാവരും വരുമ്പോൾ ഇങ്ങനെ കൂടി മാടി ഉണ്ടാക്കി ഇങ്ങനെ ഓരോന്നുണ്ടാക്കും സ്കൂളൊക്കെ പൂട്ടുന്ന സമയത്തേ. ഇപ്പം പിന്നെ ഇപ്പം ഇത് ചില ആൾക്കാർക്ക് പണിയെടുക്കാൻ വയ്യ. ഇത് പിന്നെ പണിയുണ്ട് കേട്ടോ, നമ്മൾ വിചാരിക്കും പണിയെടുക്കാൻ വയ്യ. നല്ല പണി തന്നെയല്ലേ ഇപ്പം ഇത്. ഇത് നല്ല ഇപ്പം ഇന്നലെ തൊട്ടിട്ട് നോക്കിയൊക്കെ ഇത് എത്ര നേരം ഉണ്ടാക്കിയപ്പോൾ ഇതൊന്നും. ഇനിയിപ്പോൾ ഇതൊന്നും ആയി കിട്ടണമെങ്കിൽ എത്ര നേരം വേണം? ഇത് വല്ല സുഗന്യക്ക് അറിയണോ? വല്ലതും അറിയണം എനിക്ക്? നീ വല്ലതും അറിയണ്ടോ? ഇങ്ങനെയൊക്കെ പണിയെടുത്തു എന്നാൽ ഒരു ചിക്കൻ ബിരിയാണി വാങ്ങുക, എന്നിട്ട് പൈസ കൊണ്ടു തരികയാണെങ്കിൽ ശരി. അത് ചെയ്യില്ലല്ലോ. എന്താണ് അതും ചെയ്യില്ല. പിന്നെ എങ്ങനെയാണ്? എന്നിട്ട് എവിടെ അപ്പൊ ആരുടെ പൈസ? ആ ശരി, അവന്റെ പൈസ. ഞാൻ ബിരിയാണി ഇന്നലെ ഉച്ചവരെ ബിരിയാണി നോക്കണം. നിങ്ങൾക്ക് ബിരിയാണിക്ക് പൂതി. അവന്റെ പൈസ എടുത്തിട്ട് തന്നിട്ട് ബിരിയാണി വെച്ചിട്ട് എന്താ കാര്യം? ഞാൻ ഇന്നലെ സാധാ ചോറുണ്ട്. എനിക്ക് ബിരിയാണി പറയുമ്പോൾ തന്നെ ബിരിയാണി ഇപ്പൊ തിന്നാൻ തോന്നുന്നില്ല അല്ലേ? ബിരിയാണി ഒക്കെ തിന്നാനേ തോന്നുന്നില്ല. സുകന്യനെ ഞാൻ വല്ല ഇവിടെ കടയിൽ കൊണ്ടുപോയി നിർത്തുന്നതാണ്. എനിക്ക് കുഴിമന്തിയും വേണ്ട, ബിരിയാണിയും വേണ്ട. എനിക്കിൻ്റെ തടിയൊന്ന് കുറഞ്ഞ് കിട്ടിയാൽ മതി. വായു ഭക്ഷണം മാത്രമായിട്ട് കഴിക്കേണ്ടി വരും തോന്നുന്നിപ്പോൾ സത്യം. കാരണം എന്താണെന്നറിയോ? എന്താ നമ്മൾ കുറച്ച് കഴിക്കണം, വീഡിയോയിൽ കാണിക്കുന്നത് കണ്ടിട്ട് എല്ലാവരും വിചാരിക്കും ഞാനൊരു വലിയ ലാക്കിൻ്റെ തിന്നുന്നുണ്ട് എന്ന്. പക്ഷേ പച്ചവെള്ളം കുടിക്കുകയെന്ന് വെച്ചാൽ തടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വിശ്വാസം വരില്ല ചേട്ടാ. പിന്നെ ഒരു വയസ്സിന്റെ തടി വരും. ഇത് 16 വയസ്സിൽ ഇരിക്കുമല്ലോ മനുഷ്യരി. 16 വയസ്സ് തടിയില്ലാത്തല്ലേ? ഒരു പ്രായം കഴിഞ്ഞാൽ തമാശ വയസ്സായി അങ്ങനെ തന്നെയെന്നാണ് ഉദ്ദേശിക്കണല്ലേ? അപ്പൊ വയസ്സായി എന്നാണ് ഉദ്ദേശിച്ചത്. വയസ്സൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ തടി വരും. പിന്നെ നോക്കോ 50, 65, 70 വയസ്സാകുമ്പോ നമ്മൾ തടി പോയി എല്ലാം കൊട്ടുപോലാവും ചെയ്യില്ല. 70 വയസ്സ് വരെയൊക്കെ ഞാൻ ഇരിക്കോടിയേന്. ഇന്നത്തെ കാലത്ത് ഇല്ലേട്ടാ ആരും എത്ര വയസ്സായിരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റും. സലീം കുമാർ കണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനാണ്. കണ്ടില്ലേ? ഓർമ്മയില്ലേ ചേട്ടാ? കുറേ നമ്മളെ ചിരിപ്പിച്ചില്ലേ, കുറേ ചിന്തിപ്പിച്ചില്ലേ. മൂപ്പരാൾ പറയുന്ന കേട്ടില്ലേ? അച്ഛനെന്ന നിലയിൽ ഞാൻ നല്ലൊരു എങ്ങനെ പറയുക വിജയമായിരുന്നു, ഭർത്താവ് എന്ന നിലയിലും ഒക്കെ. അപ്പം അതുപോലെ നമുക്കും നല്ലത് ചെയ്തിട്ട് നല്ലത് ഒരാളെ ചിന്തിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ചിരിപ്പിച്ചിട്ട് നമുക്ക് മരണപ്പെടാൻ കഴിയുമോ? ചിരിപ്പിച്ചിട്ട് മരണപ്പെടാൻ കഴിയില്ല. അത് ചിരിപ്പിക്കാൻ പറ്റുന്നവർക്ക് പറ്റുള്ളൂ. അതെ, ശരിയാണ്. ഞങ്ങൾ ഇന്നലെ വെള്ളപ്പയർ ചക്കക്കുരും കൂട്ടാൻ വെച്ചതുണ്ട് കേട്ടോ. നിറം മാറി വരുന്നുണ്ടല്ലോ. നിറം മാറി വരി. ചക്കക്കുരും വെള്ളപ്പയറും കറി വെച്ചതുണ്ട് ഇരിക്കണു. പിന്നെ രാവിലെ മുട്ടക്രോസ് ഉപ്പേരി വെച്ചതും ഉണ്ട് കേട്ടോ ഇരിക്കണം. വിചാരിച്ചു അതൊക്കെ മതിയില്ലേട്ടാ. കടലപ്പേരി മതി, ഏതെങ്കിലും കടല മതി സുകന്യ.
പിന്നെ ചെറുതെടുത്തോ, കുട്ടികൾക്ക് ചെറുതായിക്കോട്ടെ. മുതിരുണ്ട്, പയറുണ്ട്, കടലുണ്ട്, വെള്ളക്കടലുണ്ട്. ഉപ്പേരിക്ക് ഇന്നലെ കഞ്ഞിയെ കൊടുത്തിട്ടോ കുട്ടികൾക്ക്. അപ്പോൾ കുട്ടികൾ ഇന്ന് രാവിലെ അമ്മ പറഞ്ഞിരുന്നു, അമ്മ ചോറ് വേണ്ട, വൈകുന്നേരത്ത് ചൂടുള്ള കഞ്ഞി മതിയെന്നു. അപ്പോൾ കഞ്ഞിയും കടലുപ്പേരിയാണ് പറഞ്ഞു വെച്ചാൽ നല്ലതാണ്. എന്നാൽ പിന്നെ ഏട്ടനെ അനിയനും മാത്രം കൂട്ടാൻ വെച്ചാൽ മതിയല്ലോ. ഞങ്ങളൊക്കെ ഇന്നലെ കഞ്ഞി തന്നെ കുടിച്ചു അല്ലേ സൂനെ? പപ്പടം ഓരോന്ന് പൊട്ടിച്ച് ഓരോന്ന് വറുത്ത് തേങ്ങ ചമ്മന്തി അരച്ച്. കിച്ചു ഒന്ന് രാവിലെ പറഞ്ഞിരുന്നു കഞ്ഞി മതിയെന്ന്. രാവിലെ ആ, രാവിലേക്കോ? രാവിലേക്കും കഞ്ഞി മതിയെന്ന്. വൈകുന്നേരത്തെ എന്താ കഞ്ഞി ഉണ്ടാക്കിയാൽ മതിയിട്ടമ്മാന്ന്. അത് ഇങ്ങനെ ഉള്ള കാലാവസ്ഥയല്ലേ, അപ്പോൾ ചൂടുള്ള കഞ്ഞി കുടിക്കാൻ നല്ല രസമാണ്. വീഡിയോയിൽ ഇന്നലെ പറയുന്നത് നിങ്ങൾ വല്ല പച്ചക്കറിയും തിന്നും, നിങ്ങൾ എന്താ എപ്പോഴും ഈ ഇറച്ചി മീനും മാത്രമേ തിന്നുള്ളൂ. ഞങ്ങൾ ഇന്ന് തിങ്കളാഴ്ച പോകുമ്പോൾ ഒരു ബിഷോപ്പർ പച്ചക്കറി കൊണ്ടുവരും. ഇത് ഞങ്ങളൊക്കെ തിന്നും. ഞങ്ങൾ 10-11 പേരില്ലേ രാവിലെ ഉപ്പേരിക്ക്. പച്ചക്കറി തിന്നുമ്പോൾ ആരാ തിന്നുണ്ടാവണേ? ഞങ്ങൾ പച്ചക്കറി കഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ദിവസം സാമ്പാർ വെച്ച് തന്നെ ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ? ഇന്ന് സാമ്പാറാണ് നാളെയും സാമ്പാറാണ് പറയുമ്പോൾ നിങ്ങൾക്ക് മടുപ്പാവില്ലേ? പിന്നെ ഇറച്ചിയാണെന്ന് വെച്ചാൽ പ്രോട്ടീനല്ലേ ചിക്കൻ കുട്ടികൾക്ക് കൊടുക്കണത്. ഇപ്പോൾ സ്കൂളിൽ തന്നെ കുട്ടികളോട് ടീച്ചർമാർ പറയുന്നുണ്ട് കേട്ടോ, മീനും കുട്ടികൾക്ക് ചില കുട്ടികൾക്കൊക്കെ കാൽസ്യം കമ്മി അല്ലെങ്കിൽ വിറ്റാമിൻ കമ്മിയൊക്കെ ആകുമ്പോൾ കഴിച്ചിട്ട് ഇറച്ചിയും മീനും ഒക്കെ കഴിക്കണം, മുട്ടയൊക്കെ കഴിക്കണം എന്നുള്ളത്. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ കഴിക്കാൻ കൊടുക്കണ്ടേ? നമ്മളെ ഇലക്കറിയാ എല്ലാം കഴിക്കുന്നുണ്ട്. ഇലക്കറി കഴിക്കുന്നുണ്ട്, പച്ചക്കറി അതേപോലെ പച്ചക്കറി കഴിക്കുന്നുണ്ട്, കടലവർഗ്ഗങ്ങൾ കഴിക്കുന്നുണ്ട്. കടലവർഗ്ഗങ്ങൾ ചിലപ്പോൾ കമ്മിയാണ് കേട്ടോ. ഇപ്പോൾ എന്താ വെച്ചാൽ അനിയനൊന്നും അത്രയ്ക്ക് കടല ഇഷ്ടമല്ല, ഗ്യാസാണ് പറഞ്ഞിട്ട്. അപ്പോൾ അനിയൻ കൂട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കില്ല. നല്ലൊരു മഴ വരുന്നുണ്ട്. ഇത് നമ്മളില്ലേ കുറച്ചേറെ ആക്കിട്ടോ, ഇത് നമ്മൾ പാത്രത്തിലാക്കി വെക്കും. നമുക്ക് നല്ല രീതിയിൽ വരട്ടണ്ടേ, വേണോ? അപ്പം ഇത് വരട്ടല്ലേ ഇപ്പം ചെയ്ത്? ഇത്ര നേരം ചെയ്ത് കലാപരിപാടി ചെയ്തപ്പോൾ അത് വേവിച്ചതാക്കി വെച്ചു. ഇനി വരട്ടി എടുക്കണ്ടേ? മതി 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 അത് മതി. നിങ്ങളൊന്ന് ബാക്കിയുള്ളത് പായസത്തിന് അടക്കില്ലാണേ. ഇതിന് കുറേ സംഭവങ്ങൾ ഉണ്ടാക്കണ്ടേ? ഇത്ര നമുക്ക് എല്ലാവർക്കും ഒരു നേരം കഴിക്കണ്ടേ? അത് മതി. എടുത്ത് വെക്കണില്ല കേട്ടോ, അപ്പപ്പയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ഉള്ളത് എന്തിനാണെന്ന് അറിയാം? അപ്പം മട കാര്യങ്ങൾക്കൊക്കെയാണ്. ഇതൊക്കെ ഒരു മണത്തിന് കൂട്ടേ വേണ്ടുള്ളൂ, അല്ലാതെ രുചിക്ക് മണത്തിന് അല്ലാണ്ട് കൂടുതൽ ഇരുന്നോട്ടെ, നല്ല രസം ഉണ്ടാവേ. ഇതിന് ഇത് വേറെയൊക്കെ 2 മാട വെക്കുമ്പോഴേക്കില്ലേ ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. എന്ത് തോന്നുന്നു? ഇപ്പം നിറം മാറിയിട്ട് മിഠായി പോലെ. മറ്റേലാവുമ്പോഴേ ഇത് തോനയിട്ട് ചെയ്യുമ്പോൾ എന്താ അതിൻ്റെ അടിയിൽ പിടിക്കരുത് കേട്ടോ. അപ്പം അതാണ് ഞാൻ ഇതിലേക്ക് ഇരുമ്പ് ചട്ടിക്ക് മാറ്റിയത്. അടി പിടിക്കില്ലല്ലോ. പിടിക്കില്ല. അത് പിന്നെ പിടിക്കൊന്നുമില്ല. ഇതാണ്ടോ മറ്റേത് അടി പിടിക്കുകയാണ്. അടി പിടിക്കുമ്പോൾ നമുക്കത് ചൂടും നല്ല കിട്ടും. ഇതിലല്ലേ മെല്ലെ കത്തിയാൽ മതി. കണ്ടോ വിട്ട് വിട്ട് വരുന്ന കണ്ടില്ലേ? ഇതാ ഞാനിങ്ങനെ വിട്ട് വിട്ട് കണ്ടോ ഇങ്ങനെ വരുന്ന വരെ ഇതിൻ്റെ എന്താ യോജിച്ച് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം കേട്ടോ. കറുത്ത ബെല്ലമൊക്കെയെന്ന് വെച്ചല്ലേ കറുത്ത കളറിൽ കിടക്കും, കറുത്ത അലുവട പോലെ കിടക്കും. ഇപ്പോഴത്തെ ബെല്ലത്തിൻ്റെ ഇപ്പോഴത്തെ ബെല്ലത്തിൻ്റെ കളർ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ സുകന്യനെ ഞാൻ പപ്പടം കാച്ചാൻ വിട്ടതാണ് കേട്ടോ. കഴിക്കാൻ വിശക്കണു, ചോറുന്നുണ്ടേ. അത് വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് നിങ്ങളാരെങ്കിലുമൊക്കെ ചക്ക വരട്ടി വെച്ചോ? ചക്ക കിട്ടിയോ നിങ്ങൾക്ക്? നമ്മുടെ ഇവിടെ പറങ്കിയണ്ടിയുടെ സമയമായ പറങ്കിയണ്ടിയും കൊണ്ട് അണ്ടിപ്പുട്ട് അടിക്കും. ചക്കയുടെ സീസണായ ചക്കയും കൊണ്ട് ചെയ്യും. അതേപോലെ മാങ്ങയുടെ സീസണായ കൂമ്പല്ലേ, കൂമ്പ് മാത്രം പറ്റിയില്ല കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ ചെയ്യും. പക്ഷേ ഇപ്രാവശ്യം എന്താ പറഞ്ഞു വെച്ചാൽ നല്ല വെയിൽ വന്നില്ലേ? വെയിൽ വന്നിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം കുറേ വന്നില്ലേ? അതിൽ നമ്മുടെ കുറേ കാര്യങ്ങൾ മുടങ്ങിയില്ലേ? എങ്ങനെയുണ്ട്? പിന്നെ കളർ മാറി, ഒന്നുകൂടെ ഡാർക്കായി. അല്ല ഇത് ഇവിടെ നിർത്തല്ലേ നല്ലത്. ഇങ്ങനെ ഡാർക്കാക്കി നിന്ന് കഴിഞ്ഞാൽ കറുപ്പാകുമ്പോഴേക്ക് ചിലപ്പോൾ ഇരുട്ടാവും. ഈ കളറിന് ആ കളർ ഈ കളറാണ് വെച്ചത്. ഈ കളറിന് ഈ കളർ. അപ്പോൾ നമ്മളിത് എന്താ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയെന്ന് അറിയോ? 3/4 മണിക്കൂറിൻ്റെ മുകളിലായിട്ടോ. എൻ്റെ കയ്യിൻ്റെ അവിടെ വേദനിക്കാൻ തുടങ്ങി. അത് വേറൊരു കാര്യം. ഷാറായിട്ടുണ്ട്.
അങ്ങനെയുണ്ട്. ഇനി ഇറക്കിയേക്കും മതി. മതിയോ? ഈ ഹരം കയറിയിട്ട് ഇനി അതിങ്ങനെ കുറുക്കും. അല്ല, ഇനി മറ്റേത് കുറുക്കണ്ടേ? ഇത് മാത്രം മതിയോ? മതി, ഇത് ഇത്ര മതി. ഉഷാറായിട്ടുണ്ട്. നന്നായോ? മധുരം പാകത്തിനുള്ള, അതുകൊണ്ട് തന്നെ കഴിക്കാൻ രസമുണ്ടാവും. ഇതാണ്ടോ, ഇതൊന്നിങ്ങനെ വിട്ട് ഒറ്റയ്ക്ക് തന്നെ തിന്നണ്ട ഇപ്പോൾ. ആര് ഒറ്റയ്ക്ക് തന്നെ തിന്നു പോകുമ്പോൾ അറിയാം. വേണ്ട, അതിനുണ്ട് ഏട്ടാ. ഏട്ടത് കഴിച്ചാൽ ഇനി രണ്ട് വേണ്ട, അങ്ങോട്ട് പായസം അടയൊക്കെ ഉണ്ടാവും. 2 ചീനച്ചട്ടി ഉണ്ടാക്കാനുള്ളതുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ഇനി ഇങ്ങനെ ആക്കി കഴിഞ്ഞതാണ്ടോ ഇങ്ങനെ കറുത്ത് വരും കേട്ടോ. നമ്മൾ ഇളക്കിയും കൊണ്ടേക്കണ്ട. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ഇളക്കി ഇതാ ഇളക്കി പോയതാ. എവിടെ ഒട്ടാതെ ആയിട്ടോ. ഇനി വേണമെങ്കിൽ ചെയ്യാം. നമ്മളിങ്ങനെ ചെയ്യുന്നില്ല. നമുക്ക് എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിലേ എന്താ വിദേശത്തേക്കൊക്കെ കൊടുത്തു വിടില്ലേ, അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ ആയിട്ട് കൊടുത്തു വിടണം അല്ലേട്ടാ. എന്നിട്ടൊരു പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ കൊടുത്തു വിട്ടാൽ അലുവ പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തന്നെ ഇത് കണ്ടോ. ഇനി ഒരു കിണ്ണത്തിൽ നേരെ പരത്തി നേരെ വെച്ച് കഴിഞ്ഞ് വെച്ചാൽ അതന്നെ സംഭവം. ഇപ്പോൾ കളർ എങ്ങനെയുണ്ട്? അടിപൊളി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കാറുണ്ടോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിലും ഒരു പാത്രം ഉണ്ടാക്കി വെച്ചു, പിന്നെ വേറൊരു പാത്രം കൂടി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് പിറ്റത്തെ ദിവസം നമുക്ക് എന്തോ ഒരു മരിപ്പോ അങ്ങനെ എന്തോ ഒന്ന് ചെയ്യാൻ പറ്റാത്തൊരു ഇത് വന്നു ചേട്ടാ. എന്നിട്ട് പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഏട്ടൻ്റെ അമ്മയും ആദ്യം കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ എന്താ ചെയ്തിരുന്നതെന്നറിയോ, ഇങ്ങനെ വേവിച്ചിട്ട് അടുപ്പിൽ വയ്ക്കും. അന്ന് ഫ്രിഡ്ജില്ലല്ലോ, അടുപ്പിൻ്റെ മുകളിൽ തന്നെ വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഇത് അടുപ്പിൻ്റെ മുകളിൽ നിന്ന് വാങ്ങിയിട്ട് വേറൊരു പാത്രത്തേക്ക് ആക്കിയിട്ട് പകുതി വരട്ടും. ഇതുപോലെ നമ്മളിപ്പോൾ ചുള ഇങ്ങനെ പറിച്ചില്ലേ, അങ്ങനെയില്ല കേട്ടോ. അതിൻ്റെ മൂക്കും ചെത്തും അടിഭാഗവും ചെത്തും, 2 സൈഡും ചെത്തിക്കളഞ്ഞിട്ട് അതിൻ്റെ കുറച്ചൊരു ഭാഗം മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ആ ചക്ക എടുത്ത് കഴിഞ്ഞ് വെച്ചല്ലേ വരട്ടുമ്പോൾ കുറച്ചേ നമുക്ക് തോന്നുള്ളൂ കേട്ടോ. കുറേ പണിയായിട്ട് തോന്നും. ഇപ്പോൾ പിന്നെ മിക്സിയിലൊക്കെ അരയ്ക്കാൻ സൗകര്യമുള്ളത് കൊണ്ട് അധികം വലിയ പണിയില്ല കേട്ടോ. ഇങ്ങനെ ഇളക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതാ വിട്ട് വന്നു. കാണുമ്പോഴേ കൊതിയാവണം. നിങ്ങൾക്ക് കൊതി മാറാൻ തന്നെ ഇല്ലേ എന്തൊക്കെ ഉണ്ടാക്കണത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പറയും കൊണ്ടല്ലേ ഇത് ഉണ്ടാക്കണത്. എല്ലാവർക്കും കഴിച്ചോട്ടെ പറഞ്ഞിട്ട്. എനിക്ക് ഈ ചക്കപ്പാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. നല്ല ഇഷ്ടമാണ്. ഇതും കൊണ്ട് ഷെയ്ക്ക് അടിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിലേ അത് ചെയ്യായിരുന്നു അല്ലേ. ഷെയ്ക്ക് അടിക്കാൻ പറ്റൂട്ടോ അതും കൊണ്ട്. നല്ല ടേസ്റ്റാണ്. ചക്ക പാലില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു കേട്ടോ. സുകന്യ പപ്പടമൊക്കെ കാച്ചിയിട്ട് വരുന്നു. എന്നും ഞാനല്ലേ വിളമ്പിത്തരല്. ഇന്ന് ഈയ്ക്ക് വിളമ്പിത്തട്ട് കേട്ടാ. ഇതാ നിർത്തട്ടെ, അത് വിളമ്പണ വരെ. ഇതാ കണ്ടോ, ചട്ടീന്ന് ഇങ്ങനെ വിട്ട് ഇളകുമ്പോൾ അവൾക്ക് അതിന് പോണ്. അതാ നിർത്തേ, ഞാക്കറിയാം നീ ആവേശം കയറിയിട്ട് നീ തിളക്കിക്കൊണ്ടേ ഇരിക്കുന്നു. ആവേശം കയറിയിട്ട് 2 മണിയായി. കണ്ടോ, ഇതിന്റെ നെയ്യൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു കണ്ടില്ലേ ഇങ്ങോട്ട്. ഉണ്ടേ, അത്ര മതിയോ? അപ്പോൾ ഞാനില്ലേ നമ്മുടെ ലാസ്റ്റ് ഇനിയിത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അത് പറയാൻ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഇത് പങ്കിട്ട് കൊടുക്കുന്നത്. കുറേശ്ശെ കൊടുത്താൽ മതി കുട്ടികൾക്ക്. കാരണം എന്താണെന്നറിയോ, അത്രയ്ക്കും ഇഷ്ടമാണ് കേട്ടോ. അമ്മയാകുമ്പോൾ ഇതിങ്ങനെ പങ്കിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അത്ര വലിയ പ്രശ്നമില്ല. കണ്ടോ, അതിൽ നെയ്യൊക്കെ ഇങ്ങോട്ട് ഇതായി വന്നിട്ട് കണ്ടോ. അറിയണ്ടോ ഈ വീഡിയോയിൽ? അറിയണ്ടോ വീഡിയോയിൽ? കണ്ടോ. ഇനി മറ്റേതും കൂടി. ഒരുങ്ങേ കഴിച്ചത്. കോങ്ങാട് പോയതാ മാവേലിക്കാ? അതെ. അപ്പോൾ ഇനി ചോറിന് കഴിഞ്ഞിട്ട് മറ്റേതും കൂടി കുറച്ചെടുത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പം എന്നാലാണ് എല്ലാവർക്കും ഇങ്ങോട്ട് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. സോനിയെ കഴിക്കണം. ആദ്യം ചോറ് പൊളിക്കുക, എന്നിട്ട് ചക്ക പൊളിക്കുക. വാ അങ്ങോട്ട് കൊണ്ടേക്കട്ടെ. മണം കേട്ടിട്ടേ വല്ല പൂച്ചകൾ വന്ന് തട്ടിയാലോ. അതെ. അപ്പോൾ മഴ വരുന്നു കേട്ടോ. റെസ്റ്റ് എടുക്കട്ടെ. കൈ കുറച്ച് ചെറുതായിട്ടൊരു വേദന. അപ്പോൾ റെസ്റ്റ് എടുക്കട്ടെ. ഇനി കുട്ടികൾ വരുമ്പോഴേക്കും അതുള്ളത് കൊണ്ട് ഇന്നൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഇനി നാളെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം.